അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യബുദ്ധിയുടെ വളർച്ച കാലബന്ധിതമാണ്. കാലങ്ങളായി അവന് ലഭിച്ച അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി ബുദ്ധിയെ വളർത്തിയെടുത്ത മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെയും ചിന്തയെയും നിയന്ത്രണമില്ലാതെ വിടുന്നത് മൃഗവുമായുള്ള അവൻ്റെ അന്തരത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മതങ്ങൾക്കുള്ള പങ്ക് കാലാതീത കാലങ്ങളായി നമുക്കറിയാവുന്നതാണ്. ഭൗതിക ലോകത്ത് ചിന്താശേഷിയുള്ള ഏക ജീവിവർഗമായ മനുഷ്യൻ അവൻ്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ മതങ്ങളുടെ നിയന്ത്രണത്തെ വേണ്ട എന്ന് വെക്കുന്നിടത്ത് മതനിരാസത്തിൻ്റെ അഥവാ മതമില്ലായ്മയുടെ പങ്കിനെ ചർച്ച ചെയ്യുന്നതിലൂടെയാണ് എന്തിന് മതം എന്ന വിഷയത്തിലേക്ക് നമുക്ക് എത്താനാവുക. കന്യാസ്ത്രീകളുടെ ലൈംഗികതയെ നിരോധിച്ചും 4 ഭാര്യമാരിൽ വിവാഹത്തെ ഒതുക്കിയും സതിയിലൂടെ തൻ്റെ പങ്കാളിക്ക് നീതി കൊടുക്കുക എന്ന് തുടങ്ങിയ തത്വങ്ങളിലൂടെ മതങ്ങൾ നിർമ്മിക്കുന്നത് വിവാഹവും അതുവഴി ലൈംഗിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹവും അതുവഴി ലഭിക്കുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു നിർത്തലുമാണ്. എന്നാൽ ലൈംഗികത എന്ന വിഷയത്തിലൂടെ മാത്രമേ ലിബറലിസവും അതുവഴി വിരിഞ്ഞ മതനിരാസവും എന്ന വിഷപ്പൂവിലേക്ക് നമുക്ക് എത്താനാവുകയുള്ളൂ. കൈവിട്ട വെസ്റ്റേൺ സംസ്കാരത്തിലേക്കും ഈ മതനിരാസം എന്ന ആശയത്തെ എത്തിച്ചത് ഒരു ചരിത്ര പഠനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലും യൂറോപ്പിലും അടക്കമുള്ള ക്രിസ്ത്യൻ സഭകളുടെ ലൈംഗിക നിയന്ത്രണം കുറച്ചധികം വിചിത്ര സ്വഭാവമുള്ളതായിരുന്നു. ഗർഭധാരണം ഒഴികെ മറ്റൊരു ആസ്വാദനങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങൾ വഴി അരുത് എന്ന് പറഞ്ഞ ക്രൈസ്തവ സഭകൾക്കെതിരെ ഒരു ലൈംഗിക സ്വാതന്ത്ര്യം എന്നോണം വിപ്ലവം തീർത്ത ക്രിസ്തുമത വിശ്വാസികളാണ് ലിബറലിസത്തിലേക്ക് മതനിരാസം എന്ന ആശയത്തെ സംഭാവന ചെയ്യുന്നത്. നിലവിലുള്ള മതനിരാസവാദികളും പൂർവ്വകാല മതനിരാസവാദികളും തമ്മിലുള്ള ആനയും ആടും പോലുള്ള വ്യത്യാസത്തെ ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. ദൈവം മരിച്ചു എന്ന് തുടങ്ങിയ വലിയ വാചകങ്ങൾ എഴുതി ഇന്നും ലോകത്ത് പ്രശസ്തരായ എഴുത്തുകാരുടെ എഴുത്തുകളിൽ പോലും മതമില്ലാതായാലുള്ള മനുഷ്യന്റെ അരക്ഷിതാവസ്ഥയും അപകടാവസ്ഥയും അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ കാല മതനിരാസവാദികൾക്ക് അത്തരത്തിലുള്ളൊരു ദൈക്ഷണികതയുടെ കാറ്റ് പോലും കൊള്ളാനായില്ല എന്നതാണ് വസ്തുത. മതമില്ലായ്മയുടെ അപകടത്തെ ആക്ടിവിസ്റ്റായ ജോർജ് മോർഗൻ വിവരിക്കുന്നത് ഒരു പട്ടം പറത്തുന്നതിലൂടെയാണ്. പട്ടം പറത്തുമ്പോൾ പട്ടം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ പിടി വിട്ടുകൊണ്ട് തനിക്ക് ശൂന്യാകാശത്തേക്ക് പറന്നകലാനാണ്. എന്നാൽ പട്ടത്തിൻ്റെ പിടിവിടുന്നതിലൂടെ ശൂന്യാകാശത്തെത്തി പട്ടം തിരിച്ച് താഴേക്ക് വീണ് തകരുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സ്വതന്ത്ര ചിന്തയിൽ മതങ്ങൾ തന്നെ നിയന്ത്രണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് സ്വതന്ത്ര ചിന്തയുടെ ലോകത്ത് തനിക്ക് പാറിപ്പറക്കാനാണ്. എന്നാൽ മതങ്ങളുടെ നിയന്ത്രണം ഒഴിവാക്കുന്നതിലൂടെ മനുഷ്യൻ അപകടാവസ്ഥയുടെ അരക്ഷിതാവസ്ഥയുടെ കൂപ്പുനിലയങ്ങളിലേക്ക് കൂപ്പുകുത്തുമെന്ന് ജോർജ് മോർഗൻ പറഞ്ഞു വെക്കുന്നു. ലെസ്ബിയൻ, ഗേ അടക്കമുള്ള LGBTQI അടക്കമുള്ള മനോവൈകല്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര വലിയ ഒന്നുമല്ലാത്ത ബിഗ് ബോസുകൾ കേരളത്തിൽ വളർന്നു വരുന്ന തലമുറയെ അപകടത്തിന്റെ പടുകുഴിയിലേക്കാണ് നയിക്കുന്നത്. വിവാഹം എന്ന വളരെ പ്രാധാന്യമുള്ള സാമൂഹ്യ സ്ഥാപനത്തെ എതിർത്ത് പകരം ലിവിങ് ടുഗദർ അടക്കമുള്ള വെസ്റ്റേൺ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്ന ലിബറലിസ്റ്റുകളും ആദ്യം ചെയ്യുന്നത് ആരാധനകളിൽ മാത്രം മതങ്ങളെ ചുരുക്കി ആചാരങ്ങളിൽ നിന്ന് മതങ്ങളെ മാറ്റി നിർത്തുക എന്നതാണ്. കാരണം മതങ്ങളെപ്പോഴും തങ്ങളുടെ വിശ്വാസികൾക്ക് ധാർമ്മിക മൂല്യങ്ങളെ ആഴത്തിലിറങ്ങി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി വിശ്വാസത്തിന്റെ പാതി കവർന്നെടുക്കപ്പെട്ട യുവാക്കളിലേക്ക് യുക്തിക്ക് മതത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ് റീലുകൾ പോസ്റ്റ് ചെയ്യുന്ന കേരള സ്റ്റൈൽ യുക്തിവാദികളും മതനിരാസത്തിന്റെ ഹിഡൻ അജണ്ടയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മതങ്ങളെ തള്ളിപ്പറയുന്നതിന് എല്ലാ കാലത്തും ഓരോ ഇസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ ഇസങ്ങളെല്ലാം പിന്നീട് പൂർവ്വകാലത്ത് തള്ളിപ്പോയിട്ടുണ്ട് എന്നും നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ യുവതയെ ബോധ്യവാന്മാരാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ബുദ്ധിയും ചിന്തയും തളിരിടുന്ന കാലത്ത് തന്നെ മതനിരാസവും ലിബറലിസവും മനുഷ്യന്റെ സാമൂഹ്യ കെട്ടുറപ്പിനെ ബാധിക്കുന്ന അപകടാവസ്ഥയുള്ള ചിന്താഗതിയാണെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. നമ്മുടെ പെൺമക്കളെ പോലും മതങ്ങൾ വസ്ത്രധാരണത്തിൽ നിന്ന് പോലും നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്നത് അവരുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ മതനിരാസത്തിൽ അലിയാത്ത ലിബറലിസത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും.